എല്ലാവർക്കും മാത്ത് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എക്സസൈസ് 1.1 ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു റഫ് പേപ്പറും പെന്നും കൂടി കരുതുക. നമുക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങാം. എക്സസൈസ് 1.1 ടെക്സ്റ്റ് 1.1ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതായത് റിലേഷൻ തരും, സെറ്റും തരും, അത് ഓരോന്നും റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു 14 ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. നമ്മളൊരു ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു, ഒരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സബ്സെറ്റ് സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആ ഡെഫിനിഷനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ 14 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റുമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഫൈനൈറ്റ് സെറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ റിലേഷൻ എപ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റോസ്റ്റർ ഫോമിലാക്കി ചെയ്യാം. സെറ്റ് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും ഓരോ പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് രീതി ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്തായാലും ഇതിനെ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിലോട്ടാക്കാം. എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. അതായത് എക്സും വൈയും ക്യാപിറ്റൽ എയിലെ എലിമെന്റ്സ് ആയിരിക്കണം. ഈ കണ്ടീഷൻ, അതായത് 3x മൈനസ് വൈ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലിമെന്റ് ആയിരിക്കണം, ഒരു ഓർഡർഡ് പെയറും ആയിരിക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ, എങ്ങനെ വരും? എക്സിന് നമുക്ക് 1 കൊടുക്കാം. നിങ്ങളിപ്പോൾ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ പെന്നും പേപ്പർ എടുത്തിട്ട് അതൊന്ന് എഴുതി നോക്കാം. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡർഡ് പെയർ ഏത് കിട്ടും? എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ 3 into 1 മൈനസ് y is equal to 0. ദാറ്റ് ഇസ് y is equal to 3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എക്സിന് 1ഉം വൈക്ക് 3. അപ്പോൾ ഓർഡർഡ് പെയർ വരുന്നത് 1 3. ഓക്കെ, അപ്പം ഒന്നാമത്തെ എലിമെന്റ് നമുക്ക് കിട്ടി, 1 3 എന്ന ഒരു ഓർഡർഡ് പെയർ ആറിലുണ്ട്. ഇനി രണ്ടാമത്തെ എലിമെന്റിലേക്ക് പോകുമ്പോൾ എക്സിന് 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പം വൈയുടെ വാല്യൂ 3 into 2 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 6. അപ്പം 2 6 എന്ന ഒരു ഓർഡർഡ് പെയറും കൂടി കിട്ടി, 2 6. അടുത്തത് എക്സിന് 3 കൊടുക്കുമ്പോൾ 3 into 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു 9. ദാറ്റ് ഇസ് 3 9 എന്ന ഓർഡർഡ് പെയർ. അടുത്ത എക്സിന് 4 കൊടുക്കാം. 4 into 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 12. അപ്പോൾ 4 12. അടുത്തത് എക്സിന് 5 കൊടുക്കാം. 5 into 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. വൈ ഇസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് കിട്ടിയ അവിടുത്തെ ഓർഡർഡ് പെയർ എന്ന് പറയുന്നത് 5 15 ആണ്. പക്ഷെ അത് നമുക്ക് ഈ റിലേഷൻ ആറിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? 15 വൈയുടെ വാല്യൂ എന്നാണ് 15 സെറ്റിനകത്ത് ഇല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് 5 6 7 എന്നീ വാല്യൂസ് ഒക്കെ എക്സിന് കൊടുക്കുമ്പോൾ 14 കൂടുതൽ വാല്യൂ ഉള്ള വാല്യൂസ് ആയിരിക്കും വൈക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റിലേഷനകത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് 4 എലിമെന്റ്സ്. ഏതൊക്കെയാണ്? റോസ്റ്റർ ഫോം വന്നിരിക്കുന്നത് 1 3 2 6 3 9 ആൻഡ് 4 12. ഈ 4 എലിമെന്റ്സ് ഉള്ള റോസ്റ്റർ ഫോമിലെ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇതൊക്കെ നോക്കുമ്പോഴേ നമുക്ക് അറിയാം ഇതൊക്കെ ആണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയാം. ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും വ്യക്തമായ റീസൺ എഴുതി വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക റിഫ്ലക്സീവ്. അപ്പോൾ റിലേഷനിലോട്ട് നോക്കുക. റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഡെഫിനിഷൻ എന്താണ്? എയിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും ഡബ്ലറ്റുകൾ ഉണ്ടായിരിക്കണം. എയിൽ എത്ര എലിമെന്റ്സ്? 14 എലിമെന്റ്സ്. 14 ഡബ്ലറ്റുകൾ, അതായത് 1 1 2 2 3 3 എക്സെട്ര അപ് ടു 14 14 എന്ന ഡബ്ലറ്റ് വരെ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻ റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരെണ്ണം പോലും ഇല്ല അല്ലെ? ഒന്നുപോലും ഇല്ല. എല്ലാം ഉണ്ടാവണമെന്നാണ് കണ്ടീഷൻ. ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരെണ്ണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് റിഫ്ലക്സീവ് അല്ല എന്ന് പറയാം. റീസൺ എഴുതേണ്ടത് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്സീവ് സിൻസ് 1 1 does not belongs to R. റീസൺ വരുന്നത് ഇത് റിഫ്ലക്സീവ് അല്ല സിൻസ് 1 1 നോട്ട് എലമെന്റ് ഓഫ് R. ഇതായിരിക്കണം നമ്മുടെ
ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. സിമ്പിൾ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ വിശദമായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെ കൃത്യമായ വ്യക്തമായ ആൻസർ ഉണ്ടായിരിക്കും. അടുത്തത് സിമെട്രിക് ആണോ നോക്കുകയാണ്. സിമെട്രിക് ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ? നമ്മൾ ആദ്യം ഒരു എലിമെന്റിനെ സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം ഒരു എലിമെന്റിനെ ഏതെങ്കിലും ഒരു എലിമെന്റിനെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ സിമെട്രി ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അടുത്ത എലിമെന്റിനെ സെലക്ട് ചെയ്യണം, അതിന്റെ സിമെട്രി ഉണ്ടോ എന്ന് നോക്കണം. അതും ഉണ്ടെങ്കിൽ അടുത്ത എലിമെന്റ്, അങ്ങനെ എല്ലാ എലിമെന്റ്സിനെയും എടുത്ത് ചെക്ക് ചെയ്ത് അതിന്റെ സിമെട്രി അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ 1 3 എന്ന എലിമെന്റിനെ നമുക്ക് ആദ്യം എടുക്കാം. 1 3 എലിമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് 3 1 എലിമെന്റ് ഓഫ് ആർ ആണെങ്കിലേ സിമെട്രി എന്ന് പറയാൻ പറ്റും അല്ലെ. ഇവിടെ 1 3 നമ്മൾ എടുത്തു, പക്ഷെ അതിന്റെ സിമെട്രി ആയ 3 1 ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയാം? ഇത് സിമെട്രിക് റിലേഷൻ അല്ല എന്ന് പറയാം. ആ ഒറ്റ റീസൺ. പിന്നെ വേറെ 2 6 3 9 എടുത്ത് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരെണ്ണം മാത്രം എടുത്ത് ഇല്ല എന്ന് കിട്ടി, അതുകൊണ്ടൊരു സിമെട്രിക് അല്ല എന്ന് പറയാം. പക്ഷെ ഉണ്ട് എങ്കിൽ അടുത്തിടെ എടുക്കണമായിരുന്നു, അതിന്റെ അടുത്ത് എടുക്കണമായിരുന്നു, അങ്ങനെ. അപ്പം നമുക്ക് ഇങ്ങനെ സിമെട്രിക് അല്ല എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് സിൻസ് 1 3 എലിമെന്റ് ഓഫ് ആർ ബട്ട് 3 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പം അതും കഴിഞ്ഞു. റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി, സിമെട്രിക് അല്ല എന്ന് കിട്ടി. അടുത്തതിന് ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണ് അല്ലെ. ട്രാൻസിറ്റീവ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 2 എലിമെന്റ്സിനെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞിരുന്നു. എ ബി ഉണ്ടെങ്കിൽ അടുത്തത് ബി സി, അതായത് എവിടെ വെച്ചാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ച് ആ എലിമെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ഓർഡർ പേർ. അങ്ങനെ നമുക്ക് അദ്ദേഹം ഒന്ന് എടുത്ത് നോക്കാം. 1 3 എടുക്കാം. 1 3 എന്ന ഒരു എലിമെന്റ് എടുത്തു, അടുത്തത് എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ് എടുക്കണം? 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ്. അപ്പൊ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ് എന്നൊക്കെ ഉണ്ടല്ലേ. ഏതാണ്? 3 9. 3 9 ഉം 1 3 ഇവ രണ്ട് പേര് നമ്മൾ എടുത്തു. 1 3 ആൻഡ് 3 9 രണ്ട് എലിമെന്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ 2 എലിമെന്റ് ഉണ്ടെങ്കിൽ ഏത് എലിമെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് ട്രാൻസിറ്റീവിന്റെ റിലേഷനിൽ പഠിച്ചത്? 1 9 എന്ന എലിമെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് ട്രാൻസിറ്റീവിന്റെ റിലേഷനിൽ പഠിച്ചത്. 1 9 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് സിൻസ് it is not transitive since 1 3 element of R and 3 9 element of R, but ഇവിടെ ഈ ഫസ്റ്റിന്റെ ആദ്യത്തെ കോർഡിനേറ്റും രണ്ടാമത്തെ എലിമെന്റിന്റെ ലാസ്റ്റ് കോർഡിനേറ്റും കൂടി ചേർന്ന് വരുന്ന 1 9 എന്ന ഓർഡർ പെയർ ആറിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഒരു വ്യക്തമായ റീസൺ എല്ലാം എഴുതി വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് 1 3 എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. 2 6 എടുത്തു അല്ലെ. 2 6ഉം വേറൊരു പെയറും കൂടി എടുക്കണം ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി. 2 6 എടുത്തപ്പോൾ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെന്റ് വേണമായിരുന്നു നമ്മൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ എടുക്കേണ്ടിയിരുന്നത്. 2 6ഉം 6 വെച്ചുള്ള എലിമെന്റ് 6 വെച്ചുള്ള എലിമെന്റ് ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് രണ്ടാമത്തെ എലിമെന്റിന് കിട്ടുന്നില്ല. രണ്ടാമത്തെ എലിമെന്റിന് കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു കേസിൽ 2 6 എന്ന കേസിൽ എന്താണ്? ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. പക്ഷെ ഇത് എല്ലാ എലിമെന്റ്സിനും ബാധകമായിരിക്കണം. പക്ഷെ 1 3 എടുത്തപ്പോൾ നമുക്കിവിടെ 3 9 കിട്ടി, പക്ഷെ 1 9 കിട്ടിയില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിലേഷൻ മൊത്തത്തിൽ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇതിന് എന്തൊക്കെയാ? നമുക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല അല്ല. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അടുത്തത് എക്സസൈസിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ R in the set A is equal to 1 2 3 etc. up to 6 as R is equal to xy such that y is divisible by x. Y is divisible by x. ഇതും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എക്സും y ഉള്ള റിലേഷൻ ആണ്. y is divisible by x. അതായത് നമ്മൾ രണ്ടാമത് എഴുതുന്ന എലിമെന്റ് y, രണ്ടാമത്തെ കോർഡിനേറ്റ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും x വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ, വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 4 അല്ലെ. 4 2 4 എഴുതി നോക്കുക. ഒരു ഓർഡർ പെയർ 2 4 4 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 12 12 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 3 9 9 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓർഡർ പെയറിന്റെ സെറ്റാണ് ഈ റിലേഷനകത്ത് വരുന്നത്. ഒരു കണ്ടീഷൻ എക്സും വൈയും ഈ 1 മുതൽ 6 വരെയുള്ള എലിമെന്റ്സ് പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷനെയാണ് റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം. ഒന്നുകിൽ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ സെറ്റ് ബിൽഡർ ഫോമിൽ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്റ്റർ ഫോമിലേക്ക് മാറ്റി ചെയ്യാം. ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിൽ ഇട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത്
ക്ലിയർ ആയി, നമ്മൾ എല്ലാ എക്സാമ്പിൾസും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇതിട്ട് ചെയ്യുവാണെങ്കിൽ. മറ്റേതാകുമ്പോൾ എല്ലാം എഴുതി കാണിക്കണം, എല്ലാ എലിമെന്റ്സിനും ആറിലുള്ള എല്ലാ എലിമെന്റ്സിനും സിമെട്രിക് കണ്ടീഷൻ ഓക്കെയാണ്, ട്രാൻസിറ്റീവ് കണ്ടീഷൻ ഓക്കെയാണ്, എല്ലാം കുറേ നോട്ട് എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ഫിൽഡ് ഫോമിലിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. A is equal to 1, 2, 3, etc. 4, 5, 6, etc. R is equal to x, y such that y is divisible by x എന്നുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവ് നിങ്ങൾ എഴുതി നോക്കുക. ഡബ്ലറ്റുകൾ ഇതിനകത്ത് വരുന്നു. ഡബ്ലറ്റുകൾ വരണമല്ലോ. ഏതൊക്കെ ഡബ്ലറ്റുകളാണ് വരേണ്ടത്? 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. ഈ 6 ഡബ്ലറ്റുകൾ എക്കകത്ത് വരണം. കാരണം എക്കകത്ത് 6 എലിമെന്റ്സേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ ഈ ഡബ്ലറ്റുകൾ ആറിലുണ്ടാകുമോ? ഒരെണ്ണം എഴുതി നോക്കാം. 3, 3. 3, 3 എഴുതി നോക്കാം. ഇതിനകത്ത് 3, 3 വരാം. ഇതിനകത്ത് വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഈ ഓർഡേർഡ് പെയറിന്റെ എക്സും വൈയും സ്ഥലത്ത് കിടക്കുന്ന എലിമെന്റ്സ് y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന രീതിയിൽ മാറണം അല്ലെ? y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. നമ്മളിപ്പോ എഴുതിയ 3, 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. 3, 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ വൈയുടെ സ്ഥലത്ത് ആരാ കിടക്കുന്നത്? 3. എക്സിന്റെ സ്ഥലത്ത് ആരാ? 3. 3 is divisible by 3. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കാം. 3 is divisible by 3. 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക അല്ലെ? ഏത് നമ്പറിനെയും അതേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പം ഈ ഡബ്ലറ്റുകൾ ആറിനകത്ത് ഉണ്ടോ ഇല്ലയോ? ഇതിനകത്ത് ഉണ്ട്. ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് അല്ലെ? 1, 1 ഉണ്ട് ബിക്കോസ് 1 is divisible by 1. 2, 2 ഉണ്ട് ബിക്കോസ് 2 is divisible by 2. 3, 3 ഉണ്ട്. 3 is divisible by 3. അങ്ങനെ ഈ 6 ഡബ്ലറ്റുകളും, 6 അതിൽ കൂടുതൽ എല്ലാ ഡബ്ലറ്റുകളും 6ൽ കാണും. നമ്മുടെ എയിൽ 6 വരെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 6 വരെ ഉണ്ടോ നോക്കിയാൽ മതി. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6 എല്ലാ എലിമെന്റ്സും എവിടെ ഉണ്ടാകും? റിലേഷനിലുണ്ട്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. റീസൺ കൃത്യമായി എഴുതുക. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. റീസൺ എഴുതേണ്ടത് എങ്ങനെയാണ്? റിഫ്ലെക്സീവ് ആണ് സിൻസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. സോ എക്സ് എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സിമെട്രിക്കിന്റെ ചെക്കിംഗ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സിമെട്രിക് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ബിൽഡ് ഫോമിലാണ്. എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണ്. അപ്പോൾ നമുക്കൊരു എലിമെന്റ് എടുക്കാം. എ ബി എന്ന് പറഞ്ഞൊരു എലിമെന്റ് ആറിലെടുക്കാം. എ ബി എലിമെന്റ് ലെറ്റ് എ ബി എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ. അപ്പൊ നമുക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് കിട്ടുക? ഈ എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറയാം. അപ്പൊ എ ബി ഉണ്ടെങ്കിലോ ബി ഈസ് ഡിവിസിബിൾ ബൈ എ എന്ന് എഴുതാം. അപ്പൊ എഴുതിക്കും ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ബി ഈസ് ഡിവിസിബിൾ ബൈ എ എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബി എ ഉണ്ടോ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ സൈഡിലോട്ടൊന്ന് എഴുതിക്കോ. ബി എ എലിമെന്റ് ഓഫ് ആർ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരണമായിരുന്നു? തിരിച്ചു വരണമായിരുന്നു അല്ലെ? എ ഈസ് ഡിവിസിബിൾ ബൈ ബി വരണമായിരുന്നു. അപ്പം ബി ഈസ് ഡിവിസിബിൾ ബൈ എ എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇത് എ ഈസ് ഡിവിസിബിൾ ബൈ ബി തിരിച്ച് എംപ്ലോയ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. പക്ഷെ എല്ലായ്പ്പോഴും അത് ചെയ്യില്ല. ഡബ്ലറ്റ് ഒഴിച്ച് ബാക്കി കേസിലൊന്നും തിരിച്ചു വരുന്ന ഡിവിസിബിൾ അല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 ഈസ് ഡിവിസിബിൾ ബൈ 3. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ 4 ആണ്. അപ്പൊ അത് ഏത് എലിമെന്റ് ഇതിനകത്ത് ഉണ്ടെന്നാണ്? 312 എന്ന എലിമെന്റ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് മീനിങ്. ഇതിനകത്തില്ല, ഇതിനകത്ത് 6 വരെയുള്ള എലിമെന്റ്സേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. 312 ഉണ്ട്. അപ്പം തിരിച്ചു വരുന്ന 12 3 ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 ഈസ് ഡിവിസിബിൾ ബൈ 12. 3നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റത്തില്ല എന്ന് നമുക്കറിയാം അല്ലെ? ഒരു ഫ്രാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് റീസൺ എഴുതേണ്ടത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടും. ഇതുപോലെ 312 എഴുതാൻ പറ്റില്ല, 6 വരെയുള്ള പറ്റുള്ളൂ. അപ്പോൾ 6 വരെയുള്ള എലിമെന്റ്സ് ഉള്ള ഏതെങ്കിലും ഒരു ഓർഡർ പെയർ എഴുതിയിട്ട് തിരിച്ച് അതിനകത്ത് വരുന്നില്ല എന്ന് കാണിച്ചാൽ മതി. ഇത് സിമെട്രിക് അല്ല. സിമെട്രിക് ആകണമെങ്കിൽ നമുക്ക് നോക്കാം ഏത് ഈ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കും. അതായത് സിമെട്രിക് അല്ല, ഇറ്റ്സ് നോട്ട് സിമെട്രിക് സിൻസ് 3 6 എലിമെന്റ് ഓഫ് ആർ. ശരിയല്ലേ? 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3 6 അതിനകത്തുണ്ട്. പക്ഷേ തിരിച്ചു വരുന്ന 6 3 അതിനകത്ത് ഇല്ല. കാര്യം 3യെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും റീസൺ എഴുതിയിട്ട് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. അടുത്ത നമ്മുടെ ചെക്കിങ് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവിനെ എന്ത് ചെയ്യണം? 2 എലിമെന്റിനെ എഴുതുക അല്ലെ?
രണ്ട് എലിമെന്റിനെ ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ രണ്ട് എലിമെന്റിനെ നമുക്ക് എടുക്കാം, എ ബിയും ബി സിയും എടുക്കാം. എ ബിയും ബി സിയും അല്ലെങ്കിൽ എക്സ് വൈയും വൈ സെഡും എടുക്കാം. ഇപ്പൊ എക്സ് വൈയും വൈ സെഡും ഇട്ട് തന്നെ ചെയ്തു. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആൻഡ് വൈ സെഡ് എലമെന്റ് ഓഫ് ആർ. രണ്ടാമത്തെ എലിമെന്റ് വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വരാം എടുക്കാം. മൂന്നാമത്തെ എന്തായിക്കോട്ടെ, അതുകൊണ്ട് നമ്മൾ സെഡ് എടുത്തു. അപ്പൊ രണ്ട് എലിമെന്റിനെ എടുത്തു. ഏതൊക്കെയാണ്? എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആൻഡ് വൈ സെഡ് എലമെന്റ് ഓഫ് ആർ. അപ്പൊ രണ്ട് എലിമെന്റിനെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണ് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? y is divisible by x and z is divisible by y. ഇപ്പൊ രണ്ടും എഴുതി നോക്കാം. x is എന്താണ്? y is divisible by, ഈ കാണുന്ന സ്ക്രീനിലുള്ളത് എഴുതണ്ട, ഞാൻ പറയുന്നത് എഴുതാം. നമുക്ക് നോട്ടായിട്ട് എഴുതുമ്പോൾ ഇത് എഴുതാം. y is divisible by x and z is divisible by y അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടിയത്. നമ്മുടെ എയിം എന്താ? എക്സ് ഇസഡ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. എക്സ് ഇസഡ് ഓർഡർഡ് പെയർ എക്സ് ഇസഡ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണോ ഇല്ലയോ ആണ് അല്ലെ. ഇസഡ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനല്ലേ എക്സ് ഇസഡ് ഉണ്ടാകും. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഏതൊക്കെയാ? y is divisible by x and z is divisible by y. അപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് 6ഉം 3ഉം ഒക്കെ കൊടുത്തിരിക്കുന്നത് എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ആൻസറിനകത്തൊന്നും എഴുതി വെക്കരുത്. ഇത് നമ്മുടെ മനസ്സിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു നോക്കുകയാണ്. y is divisible by x. ഞാനൊരു yക്ക് ഒരു വാല്യൂ കൊടുത്തു 6 എന്നുള്ള വാല്യൂ, അതുപോലെ എക്സിന് ഒരു വാല്യൂ കൊടുത്തു 3. അത് ശരിയല്ലേ? 6 is divisible by 3. 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ 6 ആണ് കൊടുത്തത് ഓൾറെഡി. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് വൈ 6 ആയിരിക്കും. അതാണ്ട് z is divisible by 6, y 6 ആണ്. ഏതോ z എന്ന് പറയുന്ന ഒരു നമ്പർ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ z ന് 12 കൊടുത്തു. 12 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ എക്സിനും വൈക്കും ഇസഡിനും ഒക്കെ വാല്യൂസ് കൊടുത്തു. ഏതൊക്കെയാണ്? വൈക്ക് 6, എക്സിന് 3, ഇസഡിന് 12, വൈക്ക് 6 തന്നെയാണ്, അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12നെ 6 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട്, അത് എക്സിലും ഇസഡിലും മാത്രം പറയുന്നത്, 12ലും 3ലും മാത്രം എങ്ങനെ പറയാം? 12 is divisible by 3 എന്ന് പറയാം. പറഞ്ഞൂടെ? 4 ആണ് ആൻസർ വരുന്നത് അല്ലെ. അപ്പം വിച്ച് ഇംപ്ലൈസ്, ഒരുമിച്ച് എഴുതുന്നു, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി ഒരുമിച്ചാക്കുന്നു. z is divisible by എക്സ്. എന്താ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ചാക്കിയത്? നമുക്ക് എക്സ് സെഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ട്രാൻസിറ്റീവിന്റെ കേസ് എക്സ് സെഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് z is divisible by x എന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടി. സുഖമായിട്ട് പറയാം എന്ത്? എക്സ് സെഡ് എലിമെന്റ് ഓഫ് ആർ, സോ ഇറ്റ് ഇസ് ട്രാൻസിറ്റീവ്. ഇവിടെയാണ് സെറ്റ് ബിൽഡർ ഫോമിലിട്ട് ചെയ്തതിന്റെ ഗുണം വരുന്നത്. കാര്യം റോസ്റ്റർ ഫോമിലിട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനകത്തൊരു 9-10 എലിമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇത്രയും എലിമെന്റ്സിന്റെ കേസിലും നമ്മൾ ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ, പെയറിനെ എടുത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. പെയർ വരുമ്പോൾ പിന്നെയും കൂടും. അപ്പൊ അത്രയും നോട്ടായിട്ട് എഴുതി വെക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഇത്രയും എഴുതിയാൽ മതി. ഒന്നുകൂടി പറയാനുണ്ട്, രണ്ട് എലിമെന്റ്സ് എടുത്തു, എക്സ് വൈയും വൈ സെഡും. y is divisible by x and z is divisible by y എന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തു. എക്സാമ്പിൾ നിങ്ങൾ മാറ്റി കൊടുക്കുന്നെങ്കിൽ മാറ്റി കൊടുത്ത് നോക്കുക. അതിൽ ഇത് എക്സാമ്പിൾ ആണെങ്കിൽ ഇത് എക്സാമ്പിൾ ചെയ്യുക. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി. z is divisible by x, so x is an element of R, so it is transitive. അപ്പൊ ഇത് നോട്ടിലോട്ട് എഴുതുമ്പോൾ ഈ 6ഉം 3ഉം ഒന്നും എഴുതരുത്. അത് നമ്മൾ പെൻസിൽ വെച്ച് മാറ്റി എഴുതി നോക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മറ്റു കാര്യങ്ങൾ എഴുതി വെക്കുക. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയത്? ഇറ്റ് ഈസ് റിഫ്ലക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല, ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ 3 കേസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ക്യാപിറ്റൽ ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ is equal to ab such that a less than or equal to b square is neither reflexive nor symmetric nor transitive. അപ്പം ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് ഇൻഫിനിറ്റ് ആയ റിയൽ നമ്പേഴ്സ് ആണ്, ക്യാപിറ്റൽ ആർ. അതുപോലെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവറി ഓർഡർഡ് പെയർ എ ബി, അതിന്റെ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എ ലെസ് താൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ്. എ ലെസ് താൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പെയറുകളും ആറിൽ ഉണ്ടായിരിക്കും, എ ബി എന്ന പെയർ ആയിട്ട് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് അല്ല എന്നും സിമെട്രിക് അല്ല എന്നും
ട്രാൻസിറ്റീവ് അല്ല എന്നാണ്. അപ്പൊ അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇതിനകത്ത് ഇല്ല എന്ന് കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന്റെ ഓർഡർഡ് പെയർ റിലേഷനിൽ ഇല്ല, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നമുക്കിത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നൊക്കെ പറയാം. അപ്പൊ ആ എക്സാമ്പിൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നു റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ചെക്ക് ചെയ്യുന്നു. റിഫ്ലക്സീവിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയിൽ ഉള്ള ഓരോ എലിമെന്റ്സിന്റെയും ഡബ്ലറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ XX ഫോർമാറ്റിലുള്ളത്. അപ്പം ഒരു ആറിലുള്ള ഒരു എല്ലാ നമ്പറാണ്, പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം ആറിലുണ്ട് അല്ലെ. 1, 2, 3 എക്സെട്ര എല്ലാ നമ്പേഴ്സും ആറിലുണ്ട്. അപ്പൊ 1 എടുക്കാം. 1 എന്ന ഡബ്ലറ്റ് ഈ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. 1 എന്ന ഡബ്ലറ്റ് 1 എന്ന ഡബ്ലറ്റ് ഉണ്ടാകണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ഓക്കെയാണ് അല്ലേ. അപ്പോൾ അത് ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷനിൽ ചേർക്കാം ഈ ഡബ്ലറ്റിനെ. അതുപോലെ 2 എന്ന് പറയുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, കറക്റ്റ് ഡെഫിനിഷൻ ആണ്. അത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ പെയറിനെയും 2 എന്ന പെയറിനെയും എവിടെ ചേർക്കാം? ഇതേ റിലേഷനിൽ, ഈ റിലേഷനിൽ ചേർക്കാം. ഇപ്പോഴെല്ലാം നമുക്ക് റിഫ്ലക്സീവ് ആണ് എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിഫ്ലക്സീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത് 3 എടുത്ത് നോക്കിയാൽ ഏത് പോസിറ്റീവ് നമ്പർ എടുത്ത് നോക്കിയാലും ആ പോസിറ്റീവ് ഒരു നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ. നമ്മൾ റിയൽ നമ്പർ ആണ് സെറ്റ്, അതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമല്ല റിയൽ നമ്പേഴ്സിൽ അല്ലെ. റിയൽ നമ്പേഴ്സിൽ പോസിറ്റീവ് നമ്പർ അല്ല, നെഗറ്റീവ് നമ്പറും ഉണ്ട്. നെഗറ്റീവ് എന്ന് എടുത്ത് നോക്കാം. -3. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 സ്ക്വയർ. -3യുടെ സ്ക്വയർ എത്രയാ? 9. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് -3യുടെ ഡബ്ലറ്റ്, അതായത് -3 എന്ന ഓർഡർഡ് പെയറിനെയും എവിടെ ചേർക്കാം? ആറിൽ ചേർക്കാം. ചേർക്കാം എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് ആണ് എന്നാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ചെക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ് നമ്പർ എടുത്താലും ഇതേപോലെ തന്നെ കിട്ടും. എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇത് തന്നെയാണ്. നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തപ്പോഴും റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി, പോസിറ്റീവ് നമ്പേഴ്സ് എടുത്തപ്പോഴും റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി. അപ്പൊ ഇനി 0 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C സ്ക്വയർ, 0 സ്ക്വയർ. അപ്പൊ ഈ ഈക്വൽ ടു കിടക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഓക്കെ ആയിട്ട് വരുന്നത്. 0 ലെസ് ദാൻ ഈക്വൽ ടു 0 സ്ക്വയർ എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയായി വരുന്നത്. അപ്പൊ ശരിയായതുകൊണ്ട് ആ 0 എന്ന ഡബ്ലറ്റും ഈ റിലേഷനിലുണ്ട്. ഇനി ഏത് ഡബ്ലറ്റ് ആണ് ഇല്ലാത്തത്? ഇല്ല എന്നാണല്ലോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഷോ ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം ആ എക്സാമ്പിളിനെ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തത്? റിയൽ നമ്പേഴ്സിലെ പോസിറ്റീവ് നമ്പേഴ്സ് ചെക്ക് ചെയ്തു, നെഗറ്റീവ് നമ്പേഴ്സ് ചെക്ക് ചെയ്തു, 0 ചെക്ക് ചെയ്തു. ഇവ മാത്രമാണോ റിയൽ നമ്പേഴ്സിലുള്ളത്? ഒരു കാര്യം കൂടി ഉണ്ട്. ഏതാണത്? ഫ്രാക്ഷൻസ്. P/Q ഫോമിലുള്ള ഫ്രാക്ഷൻസ് റിയൽ നമ്പേഴ്സിലുണ്ട്. റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇത് എല്ലാം റിയൽ നമ്പേഴ്സിലുണ്ട്. അപ്പം നമുക്കൊരു റാഷണൽ നമ്പറായ ഫ്രാക്ഷൻ എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം 1/2 എടുക്കാം. 1/2ന്റെ ഡബ്ലറ്റ് എന്താണ്? 1/2. ഏത് ഫ്രാക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. 1/2 ആണ്. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ എഴുതി നോക്കണം. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് കിട്ടും അല്ലെ. അതായത് ഹാഫ് എന്ന് പറയുന്നത് ക്വാർട്ടറിനെക്കാട്ടിൽ ചെറുതാണ്. ഹാഫ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെ. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആകാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഡബ്ലറ്റ് 1/2 എന്ന ഡബ്ലറ്റ് ഈ റിലേഷനിൽ ഇല്ല എന്ന് പറയാം. ഇല്ല എന്നുള്ള ഡബ്ലറ്റ് കിട്ടുക എന്നാണ് നമ്മുടെ എയിം. ഏത് ഫ്രാക്ഷൻ എടുത്താലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാകില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, അതായത് 1/2 തന്നെ എടുക്കാം. 1/2 ഇതിനകത്തില്ല, അതുകൊണ്ട് ഇത് നോട്ട് റിഫ്ലക്സീവ് എന്ന് പറയാം. അതായത് റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യുന്നു. കൺസിഡർ 1/2 എന്ന ഡബ്ലറ്റ്. 1/2 not less than or equal to 1/4. So this doublet does not belongs to R. So R is not reflexive എന്ന് കിട്ടി. അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് സിമെട്രിക് ആണ്. സിമെട്രിക് ആകുമ്പോഴും ഇതേപോലൊരു
ഇതേപോലൊരു എക്സാമ്പിൾ എടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റ് ഇതിനകത്തുണ്ട്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത് കണ്ടീഷൻ? a less than or equal to b square എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലിമെന്റ് ഇതിനകത്തുണ്ട്. പക്ഷേ അതിന്റെ സിമിട്രി, അത് തിരിച്ചു വരുന്നത് ഇതിനകത്ത് ഇല്ല. രണ്ടു മൂന്നെണ്ണമൊക്കെ എഴുതി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഉടനെ ഒന്നും കിട്ടില്ല. അപ്പൊ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു റിലേഷൻ, അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഐഡിയ അപ്പോൾ വരും. അപ്പൊ നമുക്ക് ആ ഒരു പെയർ ഇതിനകത്ത് ഉണ്ട്, ഒരു പെയർ ഉണ്ട്, അതിന്റെ സിമിട്രി ആയ മറ്റ് പെയർ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് നമുക്ക് നോക്കാം ഏതാണെന്ന്. സിമിട്രിക്കിന്റെ ഡെഫിനിഷൻ 1, 3 ഇതിനകത്തുണ്ട്. അതെന്താ കാര്യം ഉണ്ടെന്ന് പറയുന്നത്, സിൻസ് 1 less than or equal to 3 square, അതായത് 1 less than or equal to 9, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ആ ഓർഡേർഡ് പെയർ ആയ 1, 3 ഇതിനകത്തുണ്ട്. പക്ഷേ 3, 1 does not belongs to R. കാര്യം എന്താ? 3 less than or not less than or equal to 1 square. 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലെ, 3 ഒന്നിനേക്കാൾ ചെറുതല്ല. അതുകൊണ്ട് 3, 1, 3, 1 എന്ന പെയർ, എന്ന ഓർഡേർഡ് പെയർ എവിടെ ഇല്ല? റിലേഷനിൽ ഇല്ല. സോ ആർ ഇസ് നോട്ട് സിമെട്രിക്. നോട്ട് സിമെട്രിക് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുക്കുന്നത് 1, 3 ആണ്. അതുപോലെ അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ട്രാൻസിറ്റീവിന് നമ്മൾ 2 എലിമെന്റ്സ് എടുക്കണം. മൂന്നാമത്തെ എലിമെന്റ്, അതായത് ആ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി എന്ന എലിമെന്റ് ഇതിനകത്ത് ഇല്ല എന്ന് കാണിക്കണം. ഷോ ദാറ്റ് ആണ് ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് കാണിക്കണം. അപ്പൊ ഇല്ല എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ, അതും കുറച്ച് 2-3 എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യമൊക്കെ ട്രാൻസിറ്റീവ് കിട്ടും, പിന്നെ അപ്പൊ ആ എഴുതി വരുമ്പോൾ ട്രാൻസിറ്റീവ് കിട്ടാതിരിക്കാൻ എങ്ങനെ എഴുതണം എന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ അത് വെച്ച് ആ എക്സാമ്പിൾ എഴുതാം. ഞാനിവിടെ എഴുതിയേക്കുന്ന എക്സാമ്പിൾ ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല, ഇത് വേറെ പല എക്സാമ്പിളും എടുക്കാം. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ. 6, 3 എലിമെന്റ് ഓഫ് ആർ. 6, 3 ഇതിനകത്തുണ്ട്. കാര്യം എന്താണ്? a less than or equal to b square എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് 6 less than or equal to 3 square, 6 less than or equal to 9 ആണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് ഈ ഓർഡേർഡ് പെയർ ആയ 6, 3 ആറിൽ ഉണ്ട്. 3, 2 ആറിലുണ്ട്. സിൻസ് 3 less than or equal to 2 square, 3 less than or equal to 4 ആയതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് 3, 2 എന്ന ഓർഡേർഡ് പെയറും ആറിലുണ്ട് എന്ന് പറയാം. ബട്ട് അപ്പൊ 2 എലിമെന്റ് നമുക്ക് കിട്ടി, 6, 3യും 3, 2. അപ്പൊ 2 എലിമെന്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ എഴുതണം. 6 less than or equal to 9, 3 less than or equal to 4 ആയതുകൊണ്ട് ഈ 2 ഓർഡേർഡ് പെയർ ആറിലുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട മൂന്നാമത്തെ പെയർ ആയ 6, 2. 6, 2 ആറിലില്ല. സിൻസ് 6 less than not less than or equal to 2 square, that is 6 not less than or equal to 4. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് 6 less than 4 എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് ആ ഓർഡേർഡ് പെയർ ആറിലില്ല എന്ന് പറഞ്ഞാൽ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മൾ ഷോ ചെയ്തു? റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പം ഈ അല്ല എന്ന് കാണിക്കാൻ ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. ആ ഓരോ എക്സാമ്പിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ എയിം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. റിഫ്ലക്സീവ് അല്ല, ബിക്കോസ് ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഡെവലപ്ഡ് ഇതിനകത്തില്ല. അതുപോലെ സിമെട്രിക് ഇല്ല, 1, 3 എന്ന എലമെന്റ് ഇത് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. അത് നമ്മൾ ചെയ്തു നോക്കുമ്പോഴേ അറിയുള്ളൂ. 1, 3 എലിമെന്റ് ഓഫ് ആർ. കുറേ 2 ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓർഡേർഡ് പെയർ കിട്ടും. അതുപോലെ സിമെട്രിക് ഡെഫിനിഷൻ നോക്കി. ട്രാൻസിറ്റീവും 2 എലിമെന്റ് ഉണ്ട്. 2 എലിമെന്റ് ഉണ്ട്, അതിന്റെ കണ്ടീഷൻ എഴുതി. പക്ഷെ മൂന്നാമത്തെ എലിമെന്റ് ഇല്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും അറിയിക്കുമല്ലോ. മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.